JKR അക്കാഡമിയിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. PSCയുടെ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള നോട്ടിഫിക്കേഷൻ പ്രസിദ്ധീകരിച്ചിട്ടുണ്ട്. 50 വയസ്സ് വരെയുള്ള ഉദ്യോഗാർത്ഥികൾക്ക് അപേക്ഷിക്കാവുന്ന ധാരാളം അവസരങ്ങളാണ് വന്നിട്ടുള്ളത്. അപ്പോൾ നമുക്ക് ഏതൊക്കെ തസ്തികകളിലാണ് വേക്കൻസി ഉള്ളത്, അതുപോലെ തന്നെ ഏതൊക്കെ പ്രായപരിധി എത്രയാണ്, എല്ലാ കാര്യങ്ങളെക്കുറിച്ചും നമുക്ക് വിശദമായിട്ട് ഇന്നത്തെ ക്ലാസ്സിൽ ചർച്ച ചെയ്യാം. ഗസറ്റ് ഡേറ്റ് 30/5/2026. അപേക്ഷ സമർപ്പിക്കാനുള്ള അവസാന തീയതി 1/7/2026 ആണ്. കാറ്റഗറി നമ്പർ 23/2026 ആണ്. ഡിപ്പാർട്ട്മെന്റ് ഡയറി ഡെവലപ്മെന്റ് ആണ്. നെയിം ഓഫ് പോസ്റ്റ് ഡയറി എക്സ്റ്റൻഷൻ ഓഫീസർ ആണ്. സ്കെയിൽ ഓഫ് പേ 55,200, 1,15,300 ആണ്. നമ്പർ ഓഫ് വേക്കൻസീസ് ആന്റിസിപ്പേറ്റഡ് വേക്കൻസി ആണ്. ഇതിന്റെ ഏജ് ലിമിറ്റ് എന്ന് പറയുന്നത് 20 to 41 ആണ്. അതായത് 2/1/1985 ആൻഡ് 1/1/2006 ബോർഡ് ഡേറ്റ്സ് ആർ ഇൻക്ലൂഡ് ആർ എലിജിബിൾ ടു അപ്ലൈ ഫോർ ദിസ് പോസ്റ്റ് വിത്ത് യൂഷ്വൽ ഏജ് റിലാക്സേഷൻ. അതുപോലെ തന്നെ ഷെഡ്യൂൾഡ് കാസ്റ്റിനും അതുപോലെ തന്നെ OBC-കാർക്കൊക്കെ അതിൻ്റെതായ ഏജ് റിലാക്സേഷൻ ഉണ്ട്. OBC-കാർക്ക് 44 വയസ്സ് വരെയും SC/ST-കാർക്ക് 46 വയസ്സ് വരെയും ഇതിലേക്ക് അപേക്ഷ സമർപ്പിക്കാവുന്നതാണ്. ഇതിന്റെ യോഗ്യത എന്ന് പറയുന്നത് BSc ഇൻ ഡയറി സയൻസ് ഓർ BTech ആണ്. BTech ഡയറി സയൻസ് ആൻഡ് ടെക്നോളജി ഫ്രം എ റെക്കഗ്നൈസ്ഡ് യൂണിവേഴ്സിറ്റി ഓർ എ നാഷണൽ ഡയറി റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് അണ്ടർ ദ ഇന്ത്യൻ കൗൺസിൽ ഓഫ് അഗ്രികൾച്ചർ റിസർച്ച്. ഇതിൽ ഏതെങ്കിലും യോഗ്യത ഉള്ളവർക്ക് ഇതിലേക്ക് അപേക്ഷ സമർപ്പിക്കാവുന്നതാണ്. അടുത്ത് ഗസറ്റ് ഡേറ്റ് 30/5/2026. അപേക്ഷ സമർപ്പിക്കാനുള്ള അവസാന തീയതി 1/7/2026 ആണ്. കാറ്റഗറി നമ്പർ 24/2026. ഡിപ്പാർട്ട്മെന്റ് ഫാർമസ്യൂട്ടിക്കൽ കോർപ്പറേഷൻ കേരള ലിമിറ്റഡ് ആണ്. നെയിം ഓഫ് പോസ്റ്റ് അസിസ്റ്റന്റ് മാനേജർ പ്രൊഡക്ഷൻ ഗ്രേഡ് 2 ആണ്. സ്കെയിൽ ഓഫ് 51,400, 1,10,300 ആണ്. നമ്പർ ഓഫ് വേക്കൻസീസ് ഒരു വേക്കൻസി ആണ് ഉള്ളത്. ഇതിന്റെ ഏജ് ലിമിറ്റ് എന്ന് പറയുന്നത് 18 to 40 ആണ്. OBC-കാർക്ക് 43 വയസ്സ് വരെ, SC/ST-കാർക്ക് 45 വയസ്സ് വരെയും ഇതിലേക്ക് അപേക്ഷ സമർപ്പിക്കാവുന്നതാണ്. ഇതിന്റെ യോഗ്യത എന്ന് പറയുന്നത് BAM, BAMS, DAM ഫ്രം എനി റെക്കഗ്നൈസ്ഡ് യൂണിവേഴ്സിറ്റി ആണ്. അതുകൂടാതെ 2 year എക്സ്പീരിയൻസ് ഇൻ മെഡിസിൻ പ്രിപ്പറേഷൻ ഫ്രം എനി ആയുർവേദിക് ഫാർമസി റെക്കഗ്നൈസ്ഡ് ബൈ ഗവൺമെന്റ് or from government, quasi government organization or companies registered under the Indian Companies Act. അടുത്ത ഗസറ്റ് ഡേറ്റ് 30/5/2026. ലാസ്റ്റ് ഡേറ്റ് 1/7/2026 ആണ്. കാറ്റഗറി നമ്പർ 25/2026. വുമൺ ആൻഡ് ചൈൽഡ് ഡെവലപ്മെന്റ് ഡിപ്പാർട്ട്മെന്റിലാണ്. ചൈൽഡ് ഡെവലപ്മെന്റ് പ്രൊജക്ട് ഓഫീസർ വുമൺ ഒള്ളി ആണ്. അതിന്റെ സ്കെയിൽ ഓഫ് പേ 50,200, 1,5,300 ആണ്. ഇതിന്റെ വേക്കൻസി എന്ന് പറഞ്ഞാൽ ആന്റിസിപ്പേറ്റഡ് വേക്കൻസി ആണ്. ഇതിന്റെ ഏജ് ലിമിറ്റ് ശ്രദ്ധിച്ചോ, 25 to 45 ആണ് ഇതിന്റെ ഏജ് ലിമിറ്റ്. അതായത് OBC-കാർക്ക് 48 വയസ്സ് വരെയും SC/ST-കാർക്ക് 50 വയസ്സ് വരെയും ഇതിലേക്ക് അപേക്ഷ സമർപ്പിക്കാവുന്നതാണ്. ഇതിന്റെ യോഗ്യത എന്ന് പറയുന്നത് മാസ്റ്റേഴ്സ് ഡിഗ്രി ഇൻ ഹോം സയൻസ് ഓർ സോഷ്യൽ വർക്ക് ഓർ സോഷ്യോളജി ഓർ ഫിസിയോളജി ഓഫ് എ റെക്കഗ്നൈസ്ഡ് യൂണിവേഴ്സിറ്റി ആണ്. കൂടാതെ പ്രിഫറൻഷ്യൽ ക്വാളിഫിക്കേഷൻ പറയുന്നത് പോസ്റ്റ് ഗ്രാജുവേറ്റ് ഡിപ്ലോമ ഇൻ സോഷ്യൽ വർക്ക് recognized by ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ഓർ ഗവൺമെന്റ് ഓഫ് കേരള. ഇതാണ് ഇതിന്റെ യോഗ്യത എന്ന് പറയുന്നത്. ഇതിലേക്ക് അപേക്ഷ സമർപ്പിക്കാൻ യോഗ്യരായിട്ടുള്ള ഉദ്യോഗാർത്ഥികൾ അപേക്ഷ സമർപ്പിക്കുക. ഇതിന്റെ റാങ്ക് ഫയൽ ആവശ്യമുള്ള ഉദ്യോഗാർത്ഥികൾ എന്നെ കോൺടാക്ട് ചെയ്താൽ റാങ്ക് ഫയൽ മെയിൽ വഴിയോ വാട്സപ്പ് വഴിയോ അയച്ചു നൽകുന്നതാണ്. വളരെ എളുപ്പത്തിൽ തന്നെ റാങ്ക് കരസ്ഥമാക്കാവുന്ന രീതിയിൽ എക്സാം ക്രാക്കറായിട്ടാണ് റാങ്ക് ഫയൽ തയ്യാറാക്കിയിട്ടുള്ളത്. അടുത്തത് കാറ്റഗറി നമ്പർ 26/2026 ആണ്. മോട്ടോർ വെഹിക്കിൾ ഡിപ്പാർട്ട്മെന്റ് ആണ്. നെയിം ഓഫ് പോസ്റ്റ് അസിസ്റ്റന്റ് മോട്ടോർ വെഹിക്കിൾ ഇൻസ്പെക്ടർ ആണ്. സ്കെയിൽ ഓഫ് 45,600, 95,600 ആണ്. ഇതിന്റെ വേക്കൻസീസ് എന്ന് പറഞ്ഞാൽ ആന്റിസിപ്പേറ്റഡ് വേക്കൻസി ആണ്. വേക്കൻസി കൃത്യമായിട്ട് നിർണ്ണയിക്കപ്പെട്ടിട്ടില്ല. അപ്പോൾ ഇതിന്റെയും ഈ തസ്തികയിലേക്കും അപേക്ഷ സമർപ്പിച്ചുള്ള ഉദ്യോഗാർത്ഥികൾക്ക് വേണ്ടിയുള്ള റാങ്ക് ഫയൽ ലഭ്യമാണ്. റാങ്ക് ഫയൽ ആവശ്യമുള്ള ഉദ്യോഗാർത്ഥികൾ ഉടൻ തന്നെ കോൺടാക്ട് ചെയ്യുക. അതിന്റെ ഏജ് ലിമിറ്റ് എന്ന് പറയുന്നത് 21 to 40 ആണ്. OBC-കാർക്ക് 43 വയസ്സ് വരെ, SC/ST-കാർക്ക് 45 വയസ്സ് വരെയും ഇതിലേക്ക് അപേക്ഷ സമർപ്പിക്കാവുന്നതാണ്. ഇതിന്റെ യോഗ്യത എന്ന് പറയുന്നത് SSLC ഓർ ഇക്വലന്റ്, കൂടാതെ ഡിപ്ലോമ ഇൻ ഓട്ടോമൊബൈൽ എഞ്ചിനീയറിംഗ് ഓർ മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ് 3-year കോഴ്സ് awarded by the state board of technical education or any institution recognized by the central government or a state government. കൂടാതെ any qualification either of the above discipline declared as equivalent to the above diplomas by the central government or the state government must hold a current valid driving license authorizing him to drive motorcycle, heavy goods vehicle and heavy passenger motor vehicle. ഇതാണ് ഇതിന്റെ യോഗ്യത എന്ന് പറയുന്നത്. അടുത്തത് കാറ്റഗറി നമ്പർ 27/2026 ആണ്. അപേക്ഷ സമർപ്പിക്കാനുള്ള അവസാന തീയതി 1/7/2026 തന്നെയാണ്. ഷെഡ്യൂൾഡ് കാസ്റ്റ് ഡെവലപ്മെന്റ് ഡിപ്പാർട്ട്മെന്റ് ആണ്. നെയിം ഓഫ് പോസ്റ്റ് ഷെഡ്യൂൾഡ് കാസ്റ്റ് ഡെവലപ്മെന്റ് ഓഫീസർ ഗ്രേഡ് 2 ആണ്. ഇതിന്റെ സ്കെയിൽ ഓഫ് പേ വരുന്നത് 43,400, 91,200 ആണ്. ഇതിന്റെ നമ്പർ ഓഫ് വേക്കൻസി ഒരു വേക്കൻസി ആണ് ഉള്ളത്.
ഇത് മെത്തേഡ് ഓഫ് അപ്പോയിന്റ്മെന്റ് ഡയറക്ട് റിക്രൂട്ട്മെന്റ് ആണ്. ഏജ് ലിമിറ്റ് 18 to 40 ആണ്. ഒബിസിക്കാർക്ക് 43 വയസ്സ് വരെയും SC/ST-കാർക്ക് 45 വയസ്സ് വരെയും ഇതിലേക്ക് അപേക്ഷ സമർപ്പിക്കാവുന്നതാണ്. ഇതിന്റെ യോഗ്യത എന്ന് പറയുന്നത് MA, MSc, MCom or MSW ഡിഗ്രി ഓഫ് എ റെക്കഗ്നൈസ്ഡ് യൂണിവേഴ്സിറ്റി ആണ് ഇതിൽ ഏതെങ്കിലും യോഗ്യത ഉള്ളവർക്ക് ഇതിലേക്ക് അപേക്ഷ സമർപ്പിക്കാവുന്നതാണ്. അറിയാം. കാറ്റഗറി നമ്പർ 32/2026 17/2026 വരെയാണ് അപേക്ഷ സമർപ്പിക്കാനുള്ള അവസാന തീയതി. കേരള അഡ്മിനിസ്ട്രേറ്റീവ് ട്രൈബ്യൂണലിലെ കമ്പ്യൂട്ടർ അസിസ്റ്റന്റ് ഗ്രേഡ് 2 ആണ്. 27,900 63,700 ആണ് ശമ്പള സ്കെയില്. വേക്കൻസി 1 ആണ്. ഇതിന്റെ ഏജ് ലിമിറ്റ് 18 to 40 ആണ്. ഒബിസിക്കാർക്ക് 43 വയസ്സ് വരെ SC/ST-കാർക്ക് 45 വയസ്സ് വരെയും ഇതിലേക്ക് അപേക്ഷ സമർപ്പിക്കാവുന്നതാണ്. ഇനി ഇതിന്റെ യോഗ്യത എന്ന് പറയുന്നത് പാസ് ഇൻ +2 ഓർ ഇറ്റ്സ് ഇക്വലന്റ് ആണ്. കൂടാതെ ഹയർ ഗ്രേഡ് സർട്ടിഫിക്കറ്റ് ഇൻ ടൈപ്പ് റൈറ്റിംഗ് ഇംഗ്ലീഷ് KGTE ആൻഡ് കമ്പ്യൂട്ടർ വേർഡ് പ്രോസസിംഗ് ഓർ ഇറ്റ്സ് ഇക്വലന്റ്. ഇതാണ് ഇതിന്റെ യോഗ്യത എന്ന് പറയുന്നത്. കൂടാതെ ലോവർ ഗ്രേഡ് സർട്ടിഫിക്കറ്റ് ഇൻ ടൈപ്പ് റൈറ്റിംഗ് മലയാളം KGTE ഓർ ഇറ്റ്സ് ഇക്വലന്റും കൂടി ആവശ്യപ്പെടുന്നുണ്ട്. അടുത്ത് ഗസറ്റ് ഡേറ്റ് 30/5/2026, ലാസ്റ്റ് ഡേറ്റ് 1/7/2026 ആണ്. കാറ്റഗറി നമ്പർ 35/2026. ഡിപ്പാർട്ട്മെന്റ് ഗവൺമെന്റ് സെക്രട്ടേറിയറ്റ് ആണ്. കേരള പബ്ലിക് സർവീസ് കമ്മീഷൻ, സ്റ്റേറ്റ് ഓഡിറ്റ് ഡിപ്പാർട്ട്മെന്റ്, കേരള ലെജിസ്ലേച്ചർ സെക്രട്ടേറിയറ്റ്, അഡ്വക്കേറ്റ് ജനറൽ ഓഫീസ് ആണ്. ഓഫീസ് അറ്റൻഡന്റ് ആണ് തസ്തികയുടെ നെയിം ഓഫ് പോസ്റ്റ്. സ്പെഷ്യൽ റിക്രൂട്ട്മെന്റ് ആണ് SC/ST-കാർക്കുള്ളത്. സ്കെയിൽ ഓഫ് 23,000 50 200 ആണ്. 5 വേക്കൻസി ആണ് ഉള്ളത്. ഇതിന്റെ ഏജ് ലിമിറ്റ് 18 to 45 ആണ്. ഇതിന്റെ യോഗ്യത എന്ന് പറയുന്നത് SSLC ആണ് ഓർ ഇറ്റ്സ് ഇക്വലന്റ് ആണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഇതിലേക്ക് അപേക്ഷ സമർപ്പിക്കാൻ യോഗ്യരായിട്ടുള്ള ഉദ്യോഗാർത്ഥികൾ ഉടൻ തന്നെ അപേക്ഷ സമർപ്പിക്കുക. അടുത്തത് സ്റ്റേറ്റ് വൈഡ് NCA റിക്രൂട്ട്മെന്റ് ആണ്. കാറ്റഗറി നമ്പർ 38/2026 ആണ്. സെക്കൻഡ് NCA നോട്ടിഫിക്കേഷൻ ആണ്. അതിന്റെ യൂണിവേഴ്സിറ്റീസ് ഇൻ കേരള സെക്യൂരിറ്റി ഓഫീസർ ആണ്. 55 200 1 15 300 ആണ് സ്കെയിൽ ഓഫ് വരുന്നത്. നമ്പർ ഓഫ് വേക്കൻസി 1 വേക്കൻസി ആണ് ഉള്ളത്. ഈഴവ തീയ ബില്ലവയുടെ 1 വേക്കൻസി ആണുള്ളത്. ഇതിന്റെ ഏജ് ലിമിറ്റ് എന്ന് പറയുന്നത് 18 to 50 വരെ ആണ് ഇതിന്റെ ഏജ് ലിമിറ്റ് എന്ന് പറയുന്നത്. യോഗ്യത എന്ന് പറയുന്നത് എ ഡിഗ്രി ഇൻ എനി സബ്ജക്ട് ഫ്രം എ റെക്കഗ്നൈസ്ഡ് യൂണിവേഴ്സിറ്റി ആണ്. മസ്റ്റ് ബി ആൻ എക്സ് സർവീസ് മാൻ ഹു ഹാഡ് റിട്ടയർഡ് ഫ്രം ദ റാങ്ക് ഓഫ് ക്യാപ്റ്റൻ ഓർ ഫ്രം എ സിമിലർ കേഡർ ഇൻ നേവി ഓർ എയർഫോഴ്സ്. ഇതാണ് ഇതിന്റെ യോഗ്യത എന്ന് പറയുന്നത്. ഇതിലേക്കൊക്കെ അപേക്ഷ സമർപ്പിക്കാൻ യോഗ്യരായിട്ടുള്ള ഉദ്യോഗാർത്ഥികൾ ഉടൻ തന്നെ അപേക്ഷ സമർപ്പിക്കുക. അപ്പോൾ ഇന്നത്തെ ക്ലാസ് എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഒരിക്കൽ കൂടി എന്ന് നിർത്തട്ടെ. നന്ദി, നമസ്കാരം.